ഇതെന്തത്? എന്തിനാണോ വെറുതെ? അല്ലെങ്കിൽ തന്നെ തുറന്നേ. എന്റെ തമ്പുരാട്ടിക്കുട്ടി, ഈ മുത്തുകൾക്ക് പോലും ഉപ്പിന്റെ രുചിയാണ്. നിന്റെ കഴുത്തിൽ ഞാൻ തന്ന ചുംബനങ്ങളുടെ അതേ രുചി. അയ്യോ, ഇതില് വളയമാല എവിടെ? വളയമാല? എന്താണ്? സ്വർണ്ണപ്പെട്ടിക്ക് പകരം മുത്തശ്ശിരി പെട്ടി എടുത്തോണ്ട് വന്നേ. എന്തിനാടോ ഇത്? ആദ്യരാത്രിയായിട്ട് കരയാ? ഇല്ലത്തെ കുട്ടി കൈ വിഷു നാട്ടുകാർ പറയില്ലേ? എന്തിനാ അങ്ങനൊക്കെ ചിന്തിക്കണേ? ഞാൻ സ്നേഹിച്ച വിഷുവിനല്ലേ? അത് ബാനുന് പറഞ്ഞ് മനസ്സിലാവില്ല. ഞാനിപ്പോ ഒന്നുമില്ലാത്തവളായില്ലേ ബാനു? മുത്തശ്ശൻ പറഞ്ഞ പോലെ നിന്റെ ചുണ്ടുകൾക്ക് ഉപ്പിന്റെ അതേ രുചി. അത് മുത്തശ്ശന്റെ അല്ല. പിന്നെ? മുത്തശ്ശിക്ക് പണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ശരി, അങ്ങനെയാണോ? പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രീതിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ലേറ്റായ പ്രശ്നമാകും. പോട്ടെ. മോളെ ഇതൊന്നും നോക്കോ? ഒന്ന് അവിടെ എങ്ങാനും പോയി ഇരിക്കോ, ഞാൻ വിളിച്ചോളാം. ഡോ, തനിക്ക് ആധാർ കാർഡ് വേണോ റേഷൻ കാർഡ് വേണോ? ആധാർ കാർഡ്. എന്നാ പിന്നെ ഇതിലേക്ക് നോക്ക്, അത് റേഷൻ കാർഡാ. എടോ, തന്റെ ഫോട്ടോ എടുക്കുന്നു, ഇതിലേക്ക് നോക്ക്. ചേച്ചി എന്തിനാ ചൂടാവുന്നേ? ഞാനും ഫോട്ടോ കുറെ എടുത്തിട്ടുണ്ട്. എല്ലാം അറിയെങ്കിൽ പിന്നെ തന്നെ അങ്ങ് ചെയ്ത പോരെ, ഇങ്ങോട്ട് കയറി വരണോ? ഇങ്ങനെയാണെങ്കിൽ ലക്ഷ്യം ഉടനെ അടച്ചു കൂട്ടേണ്ടി വരും. നേരത്തെ ആ താത്തയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേ കാണായിരുന്നു. ഇന്നാ ഒരാഴ്ച കഴിഞ്ഞ ഓൺലൈനിൽ അപ്ഡേറ്റ് ആയിക്കോളും. 250 അവിടെ അടച്ചേക്ക്. എന്താടോ പ്രശ്നം? അല്ലെങ്കിലേ ഇവിടെ ഇരുന്ന പ്രാന്തം, അതിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് കയറി വന്നോളും. അതിന് കണക്കായിട്ടാ താത്തയും. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഈ സർലേ ആരെന്ന് ശരിക്കും അറിയാം താത്ത. എക്സ്ക്യൂസ് മീ. വാട്ട്? എൻ്റെ ആധാർ കാർഡിൽ അഡ്രസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു. പഴയ അഡ്രസ് പറ. അതതിലുണ്ട്. ഇതിലുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റില്ലെന്നുണ്ടോ? വിശാലാക്ഷി, ഗദ്ദിമംഗലം മില്ലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. പതുക്കെ പറയോ ഒന്ന്. ഗദ്ദിമംഗലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. രണ്ട് വിരൽ ഇവിടെ വെക്ക്. ഇവിടെയോ? രണ്ട് വിരൽ രണ്ടും മറുത്ത് പിടിക്ക്. ഇനി ഈ കയ്യിൽ 4 പേർ അമർത്തി പിടിക്ക്.
വള എവിടുന്ന? ഞാനിത് എവിടുന്നാ വാങ്ങിയതെന്നറിയാൻ. ഇന്നാ അത്രയ്ക്ക് ഇഷ്ടമെങ്കിലും എടുത്തോ. അയ്യോ ചേച്ചി. ചേച്ചിയോ? ആരുടെ ചേച്ചി? തനിക്കൊന്നും വേറെ പണിയില്ലേ? വള എവിടുന്നാ, എങ്ങനെയാ ഉണ്ടാക്കി, എവിടുന്നാ മേടിച്ച? വന്ന പണി നോക്കി പോയാ പോരെ. എന്തൊക്കെ എടോ പെണ്ണുമ്പളെ എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിച്ചാണ്ടല്ലോ. പേരില് മാത്രം ഗതിയുണ്ടായ പോരാ, കുടുംബത്തിലും വേണം. തനിക്ക് വേണേ തന്റെ ഭർത്താവിനോട് പോയി ചോദിക്കണോ, ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിലും കഴുത്തിലും നോക്കി നടക്കാതെ. എനിക്ക് ഇവിടെ മതിയായി. ആരെങ്കിലും നോയിക്കോ. ഇനി ഇവിടെ നിന്ന ഈ ഗതിയില്ലാത്തവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു